സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ CPMലാണെങ്കിൽ നമ്മൾ ഇന്നൊരു കാർ റിവീലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ചെയ്യുന്നൊരു കേരളത്തിലുള്ളൊരു കാറിൻ്റെ റിവീലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്, അതായത് നമ്മൾ ഗെയിമിൽ പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ ഒരു കസ്റ്റമൈസിങ് ഇതൊക്കെ ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഒരു കസ്റ്റമൈസ് എന്ന് വെച്ചാൽ കേരളത്തിലെ കാറോ അല്ലെങ്കിൽ പുറത്തുള്ള ഏത് കാറിൻ്റെ ഡിസൈൻ അയച്ചു കൊടുത്താലും അവൻ ചെയ്ത് നമുക്ക് വണ്ടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ഇൻസ്റ്റ ID കൊടുത്തേക്കാം. അപ്പോൾ ഞാനങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ഒരു വണ്ടിയുടെ റിവീലിംഗ് വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും അവനെ കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ മാക്സിമം ആൾക്കാരും പോയി ചെയ്യുക. അതുപോലെ റിയൽ മണിയല്ല, നമ്മുടെ CPM മണിയാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്തിനാണ് ഇപ്പോൾ പറയുന്നത്? കാരണം ബാക്കിയുള്ള കുറേ പേരടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ റിയൽ മണിക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നാണ്. പക്ഷേ നമ്മുടെ ഈ ചെക്കൻ്റെ അടുത്ത് നമ്മുടെ മല്ലു എന്ന് പറയുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് എടാ ഞാനാണെങ്കിൽ എനിക്ക് ഈ CPM പൈസയ്ക്ക് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു അടിച്ചൊരു പണി കിട്ടി. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സിറ്റിയിലാണ് പോയി കയറിയെന്ന് വെച്ചാൽ ഇന്ത്യൻ സെർവറിലൊക്കെ ആയിരുന്നു പരിപാടി നടക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തതും എല്ലാം ചെയ്തതും. പക്ഷേ പ്രശ്നം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണറിന് കയറാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടി ഇംഗ്ലീഷ് സെർവറിലേക്ക് മാറ്റി വെച്ചു. അപ്പം നമുക്കിനി നേരെ ആ ഒരു ഭാഗം കാണാൻ പോവാം. ഗൈസ് ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, നമുക്ക് 8ൻ്റെ പണിയൊക്കെ കിട്ടിയെന്ന് ഗൈസ്. അതൊക്കെ കഴിഞ്ഞാൽ ഇന്ത്യൻ സെർവറിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഗൈസ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കണ്ടോ നമ്മുടെ വണ്ടിയുടെ ഷേപ്പ് നോക്കിയാലേ നിങ്ങൾക്ക് കാണാം നമ്മൾ അത്ര സ്പീഡിൽ അടിച്ചു വിട്ടാണ് ഗൈസ് വന്നത്. അപ്പം നമ്മുടെ അടുത്ത് ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗൈസ് നിങ്ങളൊക്കെ പോയി നമ്മുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഗൈസ് ഗെയിമിങ്, അപ്പം അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. കാരണം അവിടെയാണ് കാറിൻ്റെ റിവീല് നടക്കുന്നതെന്നാണ് ഗൈസ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നമുക്ക് ഇനി നേരെ അങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കാർ റിവീലിംഗ് ഒക്കെ തന്നെ നടക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ടൊക്കെ തന്നെ കത്തിച്ച് വിട്ടേ ഗൈസ്. നമ്മുടെ പുറകെ തന്നെ നമ്മുടെ മല്ലു ചേട്ടനൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർ ബാക്കിലാണ് ഗൈസ് വരുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് അടിച്ചു വിട്ടേക്കാം ഗൈസ്. നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് ഗൈസ് നമ്മുടെ കാറ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്, നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ ഇങ്ങനത്തെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്കനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഗൈസ്, മല്ലിച്ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാനാണെങ്കിൽ ഇൻസ്റ്റയുടെ പ്രൊഫൈൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ അമ്മൻ ചേട്ടൻ, അതായത് ഈ ചേട്ടൻ്റെയാണ് ഗൈസ് നമ്മുടെ വണ്ടിയെന്ന് പറഞ്ഞ ഗൈസ്. നിങ്ങൾ വണ്ടി കണ്ടാണ് ഗൈസ്, അതായത് നമ്മുടെ ഫ്ലൈയിങ് സ്ക്വറൽ BMW ആണ് കേട്ടോ. നമുക്ക് അമ്മൻ ചേട്ടൻ്റെ അടുത്തൊരു കൺഗ്രാറ്റ്സ് ഒക്കെ തന്നെ പറയാം ഗൈസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഗൈസ്, എൻ്റെ ഒരു വണ്ടിയും കൂടി അടുത്ത ഒരു ദിവസം തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ ഇച്ചിരി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തുപോലെ അതിൻ്റെയും കൂടി റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു ഇതൊക്കെ ചോദിക്കാനാണ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നിങ്ങൾക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പോയി ചെയ്യുക. അപ്പോൾ നമ്മുടെ ചേട്ടനൊക്കെ തന്നെ താങ്ക്സ് ഒക്കെ തന്നെ പറയുന്നുണ്ട് ഗൈസ്. ഇനി അവർ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, ഇനി അവർ വരുന്നിടം വരെയൊക്കെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇനി അവർ വന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ അവരൊക്കെ തന്നെ വന്നിട്ടുണ്ടോ. നല്ല വെടിപ്പ് വർക്കാണ് ഗൈസ് നമ്മുടെ ചേട്ടനൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇൻസ്റ്റയുടെ ലിങ്ക് ഗ്രൂപ്പായിട്ടും കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചേട്ടനൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മല്ലിച്ചേട്ടനാണ് ഗൈസ് നമ്മുടെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ വണ്ടി അവരുടെ ഇങ്ങനെ റിവീലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇവർക്കും ഒരു ഇതൊക്കെയുണ്ട് ഗൈസ്, XY കസ്റ്റംസ് എന്നാണ് ഈ പേര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ച് പേര് തെറ്റിയോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞേക്കാം XY കസ്റ്റമേഴ്സ് ആണ്. എനിക്ക് പെട്ടെന്ന് പേരൊക്കെ ഒന്ന് മാറിപ്പോകും, അതുകൊണ്ടാണ്. ചിലപ്പോൾ ഞാൻ YX കസ്റ്റമേഴ്സ് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞാൽ സോറി ഗൈസ്, XY കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻസ്റ്റാ ലിങ്ക് കൊടുത്തേക്ക്. ഇവർക്ക് യൂട്യൂബ് ഉണ്ട്, അത് എനിക്ക് തോന്നിയ ഇവരുടെ ബയോയിൽ കാണുമെന്ന് തോന്നി ഇൻസ്റ്റയുടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങൾ കണ്ടല്ലേ നീറ്റ്. ഓക്കെ, ഞാൻ വണ്ടി ഒന്ന് കാണിക്കാം കണ്ടോ. ഇത് നീറ്റ് സ്പെക്ക് സാധനമെന്ന് പറഞ്ഞാൽ ഇത്ര ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ നീറ്റ് സ്പെക്കൊക്കെ സാധനം കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ റിയൽ മണിക്കാണ്, എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ കാശിനാണ്. പക്ഷേ ഈ വണ്ടി നമ്മുടെ CPM മണിയിലാണ് ചെയ്ത് കൊടുത്തത്. അപ്പം അത്രയും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ നോക്കുവാണെങ്കിൽ കറക്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന ചാരി നമ്മൾ ചെയ്ത് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മല്ലു ചേട്ടനാണെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് കൈമാറുന്നതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് കൈമാറുന്ന ഇനി കാണാൻ പോകാം ഗൈസ്.
ഗൈസ് അപ്പോൾ കൈമാറുന്നതിന് മുമ്പ് നമ്മുടെ ചേട്ടൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കേണ്ട ഗൈസ്. നമുക്ക് കാർ കൊള്ളാമോ എന്ന് നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ ചേട്ടൻ നമുക്ക് കാർ കൊള്ളാമോ എന്ന് നമ്മൾ ചോദിച്ചു ഗൈസ്. പക്ഷേ ചേട്ടൻ അപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ ചേട്ടൻ കണ്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഒന്നുകൂടി അയക്കാൻ ഗൈസ്. ചേട്ടൻ്റെ അടുത്ത് കാർ കൊള്ളാമോ എന്ന് നമുക്ക് അയച്ചിട്ടുണ്ട്. ബ്രോ സെറ്റാന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രോയ്ക്ക് എന്തുപോലെ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്കിനിയും കൈമാറാം. ഓക്കെ അമ്മൻ അതൊക്കെ നമ്മുടെ സൈഡ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ റിവീലിങ്ങിലേക്ക് പോവാവേ. പൈസ നമ്മുടെ റിവീലിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മല്ലു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലു ചേട്ടനാണെങ്കിൽ റിവീലിംഗ് ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ പെട്ടെന്ന് നമ്മുടെ വീഡിയോ ആണ് യൂട്യൂബ് എന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. പക്ഷേ അപ്പോഴത്തേക്കും അവർ ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അവർ റിവീൽ ചെയ്യുന്ന ഒരു ഇത് കിട്ടിയില്ല. അതിന് ഞാൻ സോറി പറയുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ചേട്ടനൊക്കെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുമ്പോൾ വണ്ടിയുടെ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.